നമസ്കാരം എല്ലാവർക്കും. അശോകൻ, അപ്പുക്കുട്ടൻ, ഗോപാലൻ, ഗംഗാധരൻ എല്ലാവരും ആറാട്ടുപുഴ ചുറ്റുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ആരും പ്രതീക്ഷിച്ച് കാണില്ല. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി കാണുന്നതായിരിക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 1971 SSLC കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും വേർപിരിച്ചു. അപ്പോൾ അതിന് ശേഷം ഇതേവരെയുള്ള ജീവിതം നിങ്ങളുടെ ഏത് തരത്തിലായിരുന്നു എന്നുള്ളതെന്ന് വിവരിക്കുക ഓരോ ആൾക്കാരും. ഞാൻ ആദ്യമായിട്ട് അശോകന് കൊടുക്കാം. അശോകൻ്റെ കേരളത്തിന് പുറത്തുള്ള ജീവിതവും ഇവിടെ വന്നിട്ടുള്ള ജീവിതം, ഇപ്പോഴത്തെ ജീവിതം ഒക്കെ വിവരിക്കുക. എന്നാലും ഞാൻ അശോകൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് കോഴിയുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടോ, അതൊക്കെ എനിക്ക് വളരെ ഉപകാരമായി. അങ്ങനെയുള്ള ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതോ അവനവൻ്റെ തൊഴിലായിട്ട് ബന്ധപ്പെട്ടതോ ഇപ്പോഴത്തെ എന്തെല്ലാം ഭാരവാഹികളാണ് എന്നില്ലൊക്കെയോ അതൊക്കെ പറയാം. അത് ഏതായാലും എത്രയും ബ്രീഫാക്കണോ അത്രയും നമുക്ക് ഈ വീഡിയോ വളരെ ആസ്വദിക്കും, എല്ലാവരും കാണും. ഏതായാലും ഞാൻ അശോകന് ആദ്യമായിട്ട് കൊടുക്കാം. 71 ബാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടൻ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ 77 ഞാൻ ബോംബെക്ക് പോയി. 77 ബോംബെ പോയി. അവിടെ പഠിച്ചൊന്നും അവിടെ പഠിച്ചില്ല. അവിടെ പോയി ഇത് പഠിച്ചു, വൈൻഡിങ്ങിൻ്റെ മോട്ടോർ വൈൻഡിങ് പഠിച്ചു. അങ്ങനെ അവിടെ ഒരു കമ്പനിയിൽ മോട്ടോർ വൈൻഡറായിട്ട് കയറി 79 ജോയിൻ ചെയ്തു. 79 മുതൽ 2015 വരെ ഒരേ കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി. അവിടുത്തെ ഫുൾ ഇൻചാർജ് ആയിരുന്നു. ഞങ്ങൾ മോട്ടർ ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് മോട്ടറാണ്, സ്പെഷ്യൽ പർപ്പസ്. അപ്പോൾ അതിൻ്റെ അതിൽ എല്ലാ ഇൻചാർജായിട്ട് അതിനിടയ്ക്ക് എല്ലാ പണിയും പഠിച്ചു വെച്ചാൽ എല്ലാ പണിയും എന്ന് വെച്ചാൽ മോട്ടോർ വൈൻഡിങ്, ഫിറ്റിങ്, അതിൻ്റെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എല്ലാ എഞ്ചിനീയറിൻ്റെ എല്ലാ വർക്കും ഓൾ ഇൻ ആയിരുന്നു. ഒരാൾ ജോലിക്ക് വന്നില്ലെങ്കിലും ആ പണി ഞാൻ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് 2010 അവിടെ ഒരു താമസം. അതിനിടയ്ക്ക് 83 കല്യാണം കഴിഞ്ഞു. പിന്നെ 83 കൊച്ചി രണ്ട് ആമ്പിള്ളേരാണ്. അവരൊക്കെ ഇവിടെ കുറച്ച് നാൾ ബോംബെയിലായിരുന്നു. പിന്നെ അവരിവിടെ നാട്ടിൽ കൊണ്ട് സെറ്റിലാക്കി. ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഒരു വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇപ്പോൾ കൊറോണയ്ക്കാണ് ഞാൻ നാട്ടിൽ സെറ്റിലായത്. കൊറോണയ്ക്ക് നാട്ടിൽ സെറ്റിലായി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കൃഷിപ്പണിയായിട്ട് കുറച്ച് ഭൂമിയുണ്ട്, കുറച്ച് കൃഷിപ്പണി, അതിനിടയ്ക്ക് കുറച്ച് കോഴി, കുറച്ച് മീൻ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വീട്ടിലെ പണികളായിട്ട് ഇങ്ങനെ ഇപ്പോഴും നടക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്കൂളിൻ്റെ ഒരു ഷെയർ ഉണ്ട്. അതിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ ഇതിൽ ഒരു പ്രസിഡൻ്റായിട്ട്, ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഒറ്റപ്പാലത്തിൻ്റെ സ്കൂള് അതിലുണ്ട്. പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ ADC മെമ്പറാണ്. പിന്നെ FBOയുടെ അതിലും കമ്മിറ്റി മെമ്പറുണ്ട്. അപ്പോൾ നാട്ടിലെ ഒരു വിധ കാര്യങ്ങളായിട്ട് ഇങ്ങനെ കാലത്ത് വണ്ടി എടുക്കുക, വൈകുന്നേരം വരെ കറങ്ങൽ തന്നെയാണ് ഇതായിട്ട് നടക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. 2 മക്കളെയും കല്യാണം കഴിഞ്ഞു. അതിൽ ഒരാൾ ഇവിടെയാണ്, 2 പേരും കല്യാണം കഴിഞ്ഞു. അവർ 2 പേരും തന്നെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. ഒരാൾ എൻ്റെ കൂടെ, ഒരാൾ ഒറ്റയ്ക്ക് വേറെ താമസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ ലൈഫ്. ഇന്നും വരെ വെച്ചാൽ നല്ല ബിസിയിലാണ്. പോരെ, ചെറുതായി ഇല്ലേ? പറയാം അല്ലേ. 1971 ശേഷം SLC കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നേ. അതിന് ശേഷമാണ് പിന്നെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പുറത്ത് പോകണമെന്നുള്ള ഒരു തോന്നലുണ്ടായത്. അതിന് ശേഷം ഗൾഫിൽ ദുബായിലൊക്കെ പോയി ഒരു വിസിറ്റ് വിസയിലാണ് പോയതെന്ന്. പക്ഷെ അവിടെ നമുക്ക് മുഴുവൻ പറ്റിയതായിട്ടുള്ളൊരു ജോബോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിസയോ ഒന്നും കിട്ടുകയുണ്ടായില്ല. പിന്നെ ഇവിടെ തിരിച്ചു വരികയാണ് ഉണ്ടായത്. പിന്നീട് നമുക്കിവിടെ ഒരു 4 കുട്ടികളായി. അങ്ങനെ കുറേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയി നിന്നു. പിന്നെ കുറേ ബിസിനസ്സായിട്ട് തിരിഞ്ഞു. അതിലൊക്കെ നഷ്ടങ്ങളും ഇതൊക്കെ ആയി അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒരു സ്റ്റേഷനറി തുടങ്ങിയിരുന്നു, ഒരു ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ തുടങ്ങിയിരുന്നു. അതൊക്കെ പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇവിടെ റോഡിൻ്റെ വികസനമൊക്കെ ആയിട്ട് വന്നു. അതിന് ശേഷം ഇവിടെ കടയൊക്കെ പൊളിക്കേണ്ടി വന്നു. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങൾ വന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അതേപോലെ കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ 4 പിള്ളേരുടെ ഒരാൾ, മൂത്ത ആൾ ഒരു MPhil ഒക്കെ കഴിഞ്ഞതാണ്. അയാൾ ഒരു വിദ്യ അക്കാദമിയിൽ ലെക്ചറായി ജോലി ചെയ്തിരുന്നു. അങ്ങനെ അയാൾ PhD പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം അയാൾ ഒരു രോഗത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്.
പിന്നെ രണ്ടാമത്തെ ആൾ ഒരു മറ്റേ CA ഇൻ്റർ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ധനലക്ഷ്മിയിൽ ജോലി ഉണ്ടായിരുന്നു. അവരിപ്പോൾ ജോലി അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഗൾഫിൽ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് താമസം. മൂന്നാമതൊരാൾ എൻജിനീയറിങ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. അങ്ങേര് തൃശ്ശൂർ എൻജിനീയറിങ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഇപ്പോൾ അടുത്ത ഇതിൽ അവരത് അവസാനിപ്പിച്ചു. ഇപ്പോൾ അങ്ങേര് ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി സ്ഥലത്ത് പോയിരിക്കുകയാണ്. പിന്നെ താഴെ ഒരു മകനാണ്, അയാൾ സിവിൽ എൻജിനീയറാണ്. അയാൾ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു ടെക്നിക്കൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അയാളിപ്പോൾ ഇത് 2-3 ജില്ലകൾ ക്യാൻവാസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. പറയാം, ഞാൻ 1971 SSC പാസ്സായതിനു ശേഷം പിന്നെ മാത്സിൽ ടൈപ്പും ഷോർട്ടനും ചേർന്നു. അത് കഴിഞ്ഞ് ഞാൻ 1977 ബോംബെക്ക് പോയി. ബോംബെയിൽ പോയി ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. ഒരു കോർട്ടിലായിരുന്നു. അവിടെ കോപ്പറേറ്റീവ് അപ്പലേറ്റ് കോർട്ട് എന്ന് പറയും. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കോർട്ടാണ്. അവിടെ ഞാൻ 18 കൊല്ലം ജോലി ചെയ്തു. 18 കൊല്ലം ജോലി ചെയ്തതിന് ശേഷം അവിടുന്ന് ടെസ്റ്റ് പാസ്സായി ഹൈക്കോടതി കയറി. ബോംബെ ഹൈക്കോടതിയിൽ ജോയിൻ ചെയ്തു 1994. പിന്നെ 1994 തൊട്ട് 2013 വരെ ഞാൻ ബോംബെ ഹൈക്കോടതിയിൽ ഞാൻ ചീഫ് ജസ്റ്റിസിൻ്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. 2013 ഒക്ടോബറിൽ ഞാൻ റിട്ടയറായി. റിട്ടയറായിട്ടും പിന്നെ ഞാൻ 10 കൊല്ലം ബോംബെയിൽ നിന്നുണ്ട്. ബോംബെയിൽ നിന്ന് അവിടുന്ന് അതിനിടയ്ക്ക് എൻ്റെ കല്യാണം 1985 കല്യാണം കഴിഞ്ഞു. 2 മക്കളുണ്ട്. മൂത്തത് മകൻ, താഴെയുള്ളത് മകള്. മൂത്ത മകനിപ്പോൾ സ്വീഡനിലാണ്, ഒരു ബാങ്കിലാണ്. മകളിപ്പോൾ HR ആയിട്ട് ഇവിടെ പൂനെയിൽ ജോലി ചെയ്യുന്നു. HR ഒരു ഓട്ടോമാറ്റിക് കമ്പനിയിലാണ്. ഞാനിപ്പോൾ നാട്ടിലിപ്പോൾ സെറ്റിലായി. ഒരു 6 മാസമായിട്ടുള്ള നാട്ടിൽ സെറ്റിലായിട്ട്. ഇവിടെ കൃഷി ഉണ്ടല്ലോ, ഇവിടെ ഭൂമിക്കുണ്ട്. അപ്പോൾ അതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക. വേറെ പരിപാടി തന്നെ. പെൻഷൻ ഉണ്ട് എനിക്ക്, പെൻഷൻ ഉണ്ട്. പിന്നെ ഈ ഇവിടുത്തെ ഭൂമികൾ കുറേ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണ്. ശരി, പോരെ. എൻ്റെ പേര് ഗംഗാധരൻ. ഞാൻ 1971 SSLC പാസ്സായി. ആ സമയത്ത് മലയാളം ബിക്ക് പകരം ഒരു എലക്ടീവ് സബ്ജക്റ്റായിരുന്നു ടൈപ്പ് റൈറ്റിംഗ്. അതും പാസ്സായതോടുകൂടി നേരെ പൂനെക്ക് പോയി. പൂനെയിൽ SSL ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചതുകൊണ്ട് വേഗം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോലി കിട്ടി. പക്ഷേ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഇതൊരു ലീവ് വേക്കൻസി ആയിരുന്നു. എന്നാലും 3 കൊല്ലം കടിച്ചു പിടിച്ച് നിന്നു. പെർമനൻ്റ് ആക്കാനുള്ള യാതൊരു സോഴ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ശമ്പളം എല്ലാം ഒന്നിച്ച് ശമ്പളം കിട്ടുള്ളൂ അവിടെ. അങ്ങനെ ബോംബെക്ക് പോയി. അപ്പോൾ ബോംബെയിൽ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ ജോലി ചെയ്യുന്നത്, ഇങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുജറാത്തിയുടെ കമ്പനിയിൽ ജോലി ചെയ്യും ടൈപ്പിസ്റ്റായിട്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പകലൊക്കെ ടൈപ്പ് ചെയ്യണം. ആ ലെറ്ററും കൂടി ഞാൻ തന്നെ ഡെലിവറി ചെയ്യണം. വൈകുന്നേരം ബോംബെ ഹാർബറിൽ പോകണം. അതിലേക്ക് 4 ടാങ്കർ ലോറി ഉണ്ടായിരുന്നു. അതിൽ ഫോം 20 എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങപ്പോൾ നമ്മൾ ചെറുപ്പമല്ലേ, ബോംബെയും ഹാർബറും കപ്പലൊക്കെ കാണാൻ നല്ലൊരു ആകാംക്ഷയായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ജോലി ചെയ്യും. ആ സമയത്ത് ഒരു ഫോറിൻ കൊളാബറേഷൻ കമ്പനിയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവർക്ക് ആൾക്കാരാവശ്യം, അവർ മറീൻ സർവേയറായിരുന്നു, അവർക്ക് ആൾക്കാരാവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് ചോദിക്കും, നമുക്ക് ഹിന്ദി മാലൂമേക്കാ എന്ന് ചോദിച്ചു. ഹിന്ദി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഓൺ ദ സ്പോട്ട് സെലക്റ്റായി. അങ്ങനെ അവർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി സർവേയറാണ് അവർ. അപ്പോൾ അതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശിവസേന യൂണിയനാണ്, അതുകൊണ്ട് പെർമനൻ്റ് ആക്കാൻ കുറച്ച് പ്രയാസം. മദ്രാസിലേക്ക് പോകുമെന്ന് ചോദിച്ചു. എവിടെ വേണമെങ്കിൽ പോകാമെന്ന്, എനിക്ക് പെർമനൻറ്റ് പോസ്റ്റ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ പോയിട്ട് ഒരു 6 മാസത്തെ പ്രൊബേഷൻ പീരീഡിൽ ലെറ്റർ തന്നു. പക്ഷേ 3 മാസം കൊണ്ട് ഞാൻ പെർമനൻറ്റ് ചെയ്തു. എൻ്റെ എഫിഷ്യൻസി കണ്ടിട്ട് അവർ വേഗം പെർമനൻ്റ് ആക്കിയാണ്. അങ്ങനെ 2010 വരെ മദ്രാസിലായിരുന്നു. അതിനിടയ്ക്ക് പൂനെയിലിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. മറാഠി പെണ്ണൊന്നുമല്ല, മലയാളി തന്നെ.
മലയാളി പെൺകുട്ടി തന്നെ. അവരുടെ ചെറിയമ്മയും ആങ്ങളമാരൊക്കെ അവരൊക്കെ എൻ്റെ കൂടെ ടൈപ്പും ഷോട്ടിനൊക്കെ പഠിക്കാൻ വരാറുണ്ട്. അങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നാണ് വലിയ ഇതൊന്നുമില്ല. എൻ്റെ എഫിഷ്യൻസി കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം തീരുമാനിച്ചു. അവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ലൈഫ് കുറച്ചും കൂടി ഒരു സെറ്റിലായി. ആ അങ്ങനെ ബോംബെക്ക് പോയി, വൈഫിനും കൂട്ടി ബോംബെക്ക് പോയി. ബോംബെ പോയി അവിടെ ഉടനെ കമ്പനിയിൽ സെലക്ട് ആയ ഉടനെ ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. അതിനൊരു കുട്ടി ഉണ്ടായി. ഒരൊറ്റ മകൾ, പേര് ദീപ. അവളിപ്പോൾ ഡോൺ ബോസ്കോ, ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയിൽ ടീച്ചറാണ്. പിന്നെ അവൾക്ക് 2 മക്കളുണ്ട്. മൂത്തവൻ BCom കഴിഞ്ഞിട്ട് CMA പഠിക്കുന്നു. താഴെയുള്ള കുട്ടി SSLC കഴിഞ്ഞ് +1 പഠിക്കുന്നു. ഭർത്താവ് ഇവിടെ അടുത്തുള്ള ആളാണ്. അങ്ങോട്ടിപ്പോൾ ഒരു TV ഷോറൂമിൽ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യും. സുഖം, സ്വസ്ഥം, വളരെ ഒന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. അതെ. പഞ്ചാബിലും അത് പറഞ്ഞില്ല. എൻ്റെ പെങ്ങള് ഒരു പഞ്ചാബി കർത്താർ സിംഗ് ധില്ലോൺ എന്ന് പറഞ്ഞ ആളാണ് കല്യാണം കഴിച്ചത്. അങ്ങോട്ട് എങ്ങനെ വെച്ചാൽ അങ്ങോട്ട് ചരിത്രം 15 വയസ്സിൽ അങ്ങോട്ട് നാട് വിട്ട് പൂനെക്ക് വന്നു. പൂനെയിൽ വന്നിട്ട് അവിടെ മിലിറ്ററി ഇതിൽ ഒരു ക്യാൻറ്റീനിൽ ജോലി ചെയ്തു. അപ്പോൾ ആറാട്ടുകര ഫുള്ള മലയാളീസ് അവിടെ കുക്കായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് മലയാളമൊക്കെ പഠിപ്പിച്ചു. ഇങ്ങോട്ട് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമായി. അങ്ങനെ ഇവിടെ വന്ന് പെണ്ണ് കല്യാണം കഴിച്ചു. കഴിഞ്ഞു. ഇത് ഞാൻ ഈ അവസാനത്തെ ഗംഗാധരനോടുള്ള ചോദ്യം ചോദിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ആദ്യത്തെ മീറ്റിങ്ങിൽ കാണുമ്പോൾ ഗംഗാധരൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ആരോ ഒരാൾ അപ്പുകുട്ടനാണോന്ന് അറിയില്ല, ഈ ഗംഗാധരനെ തനിക്കറിയില്ല ചോദിച്ചു. ഗംഗാധരനെ കണ്ടിട്ടുണ്ട്, പക്ഷേ വേറെ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. ഇവൻ്റെ പെങ്ങളെയാണ് നമ്മുടെ സർദാർജി വിവാഹം കഴിച്ചത്. അതെയോ? ഞാനത് കേട്ടപ്പോൾ, ഞാൻ ന്യൂസ് കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് അത് ശരി. വേഗം ഞാൻ ഗംഗാധരൻ്റെ പിന്നാലെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്, അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇപ്പം ഇല്ലല്ലോ, അദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ഇഷ്ടപ്പെട്ട ആളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ഇവിടെ കുറേ ദിവസം താമസിക്കും, ഈ നാട്ടിലൊക്കെ ചുറ്റി നടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ അപ്പുകുട്ടൻ ഒരു പശുവിൻ്റെ കാര്യം പറയുണ്ടായി. അത് ഇനി അപ്പുകുട്ടൻ പറയാൻ വെച്ചാൽ വിരോധമില്ല. അതായത് ഒരു വെച്ചൂർ പശുവിനെ ആൾ വളർത്തി. ആ പശുവിൻ്റെ ദാരുണ മരണം എന്നെ ശരിക്ക് എനിക്ക് വളരെയധികം എന്താ പറയുക, മനസ്സിന് വേഗം വിഷമമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. തേനീച്ചകൾ വന്ന് കൊത്തി മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അത് അപ്പുകുട്ടനോടൊന്ന് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. ഹലോ, ഒരു ഇതിലുള്ള പശുവായിരുന്നു. അത് വെച്ചൂർ ടൈപ്പിലുള്ള പശുവായിരുന്നു. അതിന് നമ്മൾ പാടത്തൊക്കെ നല്ല പുല്ലുള്ള സ്ഥലത്തൊക്കെ അഴിച്ചു കെട്ടാറുണ്ടായിരുന്നു. അടുത്ത ഒരു പറമ്പിൽ മരം വെട്ടുകാർ വന്ന് അവിടെ മാവോ മറ്റോ മുറിച്ചു പോകും. അതിൻ്റെ മുകളിൽ വലിയൊരു കൂടുണ്ടായിരുന്നു ഈ കാട്ടുതേനീച്ചയുടെ. അവരത് വെട്ടി ഇറങ്ങി ഓടി അവിടെ നിന്ന്. പക്ഷേ ഈ ഈച്ചകൾ മുഴുവൻ വന്ന് നമ്മുടെ ഈ പശുവിൻ്റെ മേലാണ് പൊതിഞ്ഞത്. അങ്ങനെ നമ്മുടെ ഒരു പണിക്കാരൻ അതിന് വൈക്കോലൊക്കെ വെച്ച് കൊടുക്കാൻ വരാറുണ്ടായിരുന്നു. അയാൾ വന്ന നേരത്താണ് പശുവിന് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോഴാണ് അതിൻ്റെ മേലെ ആകെ ഈച്ചകളുടെ ഈ കൊമ്പ് ഇരിക്കുന്നതായിട്ട് കണ്ടു. ഉടൻ തന്നെ ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു 10,500 ഈച്ചകൾ ഇതിനെ കൊത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ എന്നെ കൊണ്ട് കൊക്കാലെന്ന് വാങ്ങിപ്പിച്ചു. അത് കുത്തിവെക്കലും അതേപോലെ ഗ്ലൂക്കോസ് കയറ്റലും അതിനനുസരിച്ച് അതിനൊരു ആവി കൊടുക്കലും അതൊക്കെ ചെയ്ത് ഞങ്ങൾ നേരം വെളുക്കുന്നവരെ ഇരുന്നു. പക്ഷേ പിന്നീട് പശു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു, എന്നാലും നമ്മൾ മാക്സിമം നോക്കി. പക്ഷേ അത് ശരിയായില്ല, അത് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. എനിക്ക് പശുക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ മാളയിലെ എൻ്റെ വീട്ടിലും പശു ഉണ്ടായിരുന്നു. ആ കാലത്ത് പശുക്കളും പശുക്കുട്ടികളുമായിട്ടൊക്കെ ധാരാളം കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചേർപ്പിൽ വന്ന് താമസമാക്കിയതിന് ശേഷം എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ
ചാണകം വാരാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും എനിക്ക് ഒരു വിഷമമില്ല. അന്നത്തെ ആ ജീവിതത്തിൻ്റെ ഫലമായിട്ടാണ്. എന്തായാലും ഇങ്ങനെ 4 ആൾക്കാരെ ഒരുമിച്ച് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതുപോലെ 2-3 സംഭവങ്ങൾ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം. ഏതായാലും എല്ലാ ആൾക്കാർക്കും നന്ദി. എല്ലാ ആൾക്കാരും 17-ാം തീയതി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.